ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന ചേച്ചി LLB സീരിയൽ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്തോറും എല്ലാം കലങ്ങി തെളിയാണ്. ശത്രുക്കളുടെ കൊടും ചതികൾ പിടിക്കപ്പെടുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രേഖയും മധുബാലയും തെറ്റിദ്ധാരണകളെല്ലാം മാറി വീണ്ടും ഒന്നിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ മൂന്നാമതൊരാൾ വന്നാൽ ആ പ്രശ്നം പരിഹരിക്കുന്നത് എളുപ്പമല്ലെങ്കിലും ഇവിടെ മധുബാലയുടെ അച്ഛൻ ഇടപെട്ട് ജേക്കയുടെയും മധുബാലയുടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയാണ്. ഒടുവിൽ ജേക്കയുടെ നല്ല മനസ്സ് മധുബാല തിരിച്ചറിഞ്ഞ് അവരങ്ങനെ ഇനിയുള്ള ജീവിതം ഒന്നിച്ചു പോകാമെന്ന് തീരുമാനിക്കുകയാണ്. ഇതറിയുന്നതോടെ സുമിത്ര ടീച്ചർക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. പിന്നീട് ചിന്നുവിന് ജേക്കയോടുള്ള തെറ്റിദ്ധാരണയും മാറുകയാണ്. ജേക്കെ അയച്ച ആ ഫോട്ടോ ചന്ദ്രയും മഞ്ജുവും മധുബാലയും കൂടി ചേർന്ന് മാറ്റി മറ്റൊരു ഫോട്ടോ വെച്ച് കൊറിയർ അയക്കുമായിരുന്നുവെന്ന് അർച്ചന അങ്ങനെ ചിന്നുവിനെ തെളിവ് സഹിതം മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതെല്ലാം അറിഞ്ഞ് ചിന്നു ആകെ തകരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അവരെന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തത്, എന്നിട്ട് അവർക്ക് എന്താണ് നേട്ടമെന്ന് ചിന്നു അങ്ങനെ അർച്ചനയോട് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ അതിനുള്ള ഉത്തരവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജേക്കയുമായി നിന്നെ തെറ്റിദ്ധരിപ്പിച്ചാൽ നിങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടാവും, അതോടെ ഞാനും നീയും തമ്മിൽ തെറ്റും. ഇതിനു വേണ്ടിയാണ് ചന്ദ്രേ ഈ കളിയെല്ലാം കളിച്ചതെന്ന് അർച്ചന അങ്ങനെ ചിന്നുവിനോട് പറയുകയാണ്. അർച്ചന അപ്പൊ തന്നെ ചിന്നുവിനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോ ഈ കാര്യം നീ മഞ്ജുവിനോടോ ചന്ദ്രയോടോ ചോദിക്കാനൊന്നും പോവണ്ട. ഇതിനെപ്പറ്റി ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്നങ്ങനെ പറയുന്നുണ്ടെങ്കിലും ചിന്നു ഈ കാര്യം അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ആ ഫോട്ടോ എടുത്ത് ചിന്നു നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് പോവുകയാണ്. ചന്ദ്രയുടെ കൂടെ വിജയ് ശങ്കറും ഉണ്ട്. ചന്ദ്രയ്ക്കൊരു പണി കൊടുക്കാനായി ചിന്നു അങ്ങനെ അച്ഛനും മോളുമായി നിൽക്കുന്ന ആ ഫോട്ടോ കൊണ്ടുപോയി വിജയ് ശങ്കറിന് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഫോട്ടോ എങ്ങനെയുണ്ട് അച്ഛാ എന്നും ഒറ്റ നോട്ടത്തിൽ ആ ഫോട്ടോ കണ്ട് അച്ഛൻ എന്താണ് തോന്നുന്നതെന്നും ചിന്നു അങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് ചന്ദ്രയാണെങ്കിൽ ആകെ പേടിച്ചു വരച്ച് അങ്ങനെ നിൽക്കുകയാണ്. ചിന്നു ആണെങ്കിൽ ചന്ദ്രയുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വിജയ് ശങ്കർ ചിന്നുവിനോട് പറയുന്നുണ്ട്, അച്ഛനെ സ്നേഹിക്കുന്ന മകളോ അതോ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ സെലക്ട് ചെയ്ത ഫോട്ടോ ആണിത് അല്ലേ ചന്ദ്രയെന്ന് വിജയ് ശങ്കർ അങ്ങനെ ചന്ദ്രയോട് ചോദിക്കുകയാണ്. എന്നാൽ ചന്ദ്രയുടെ മുഖമാണെങ്കിൽ ആകെ വിളറി വെളുത്ത് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ചിന്നുവും അർച്ചനയും കൂടി സംസാരിക്കുന്നുണ്ട്. എല്ലാ സത്യങ്ങളും അറിഞ്ഞതിനു ശേഷം ചിന്നുവിന് ജേക്കയോട് സംസാരിക്കണമെന്ന തോന്നലുണ്ടാവുകയാണ്. അങ്ങനെ അർച്ചന ജേക്കയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പിന്നീട് ജേക്കയും അർച്ചനയും അങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് ജേക്കയോട് നടന്ന സംഭവങ്ങളും ആ ഫോട്ടോയ്ക്ക് പിന്നിലെ ചതികളെല്ലാം അർച്ചന പറയുന്നുണ്ട്. ഈ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ചിന്നുവിന് ജേക്കയുമായി അകലേണ്ടി വന്നത്. സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ചിന്നുവിന് വളരെ സങ്കടമായി. അവൾക്ക് ജേക്കയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അവൾ എന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്, ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ ചിന്നുവിന് ഫോൺ കൊടുക്കുകയാണ്. പിന്നീട് ചിന്നു വളരെ എളിമയോടെ ജേക്കയോട് അങ്ങനെ പറയുന്നുണ്ട്, നാട് മുഴുവൻ അറിയുന്ന ഒരു സാഹിത്യകാരനെ ഇത്ര സില്ലിയായിട്ട് ഞാൻ വിലയിരുത്താൻ പാടില്ലായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി അങ്കിൾ എന്നോട് ക്ഷമിക്കണം, റിയലി സോറി എന്ന് ചിന്നു അങ്ങനെ വളരെ സങ്കടത്തോടെ ജേക്കയോട് അങ്ങനെ പറയാണ്. ജേക്കയ്ക്കാണെങ്കിൽ ചിന്നുവിന്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറി. ചിന്നു സംസാരിച്ചപ്പോ തന്നെ വളരെ സന്തോഷമാവുകയാണ്. ചിന്നു അങ്ങനെ എല്ലാ സത്യങ്ങളും അറിയുന്നതോടെ ഒരു സംശയം മാത്രം ബാക്കി നിൽക്കുകയാണ്, ചിന്നുവിന്റെ കയ്യിൽ കയറി പിടിച്ചത് ജേക്കയല്ലേ എന്ന്. എന്തായാലും ആ ചതിയുടെ പിറകിലും ആരാണെന്ന് ചിന്നു എത്രയും പെട്ടെന്ന് അറിയും. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.